ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് അവരുടെ ആ ഒരു നെക്സ്റ്റ് മൂവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അറിയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളയാം. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക, അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി തിങ്ക് ചെയ്തുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ച് പറയാം. അതായത് ഈ ഒരു പേഴ്സണുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു വഴക്കോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും സൗന്ദര്യപ്പടക്കമോ അങ്ങനെയുള്ള എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരുപാട് സമയം പിരിഞ്ഞിരിക്കാനായിട്ട് സാധിക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്ത് തരത്തിലുള്ള വഴക്കാണെന്നുണ്ടെങ്കിൽ കൂടിയും അത് ഒരുപാട് നീണ്ടു പോവാറില്ല എന്നുള്ളതാണ്. ഇനി ഒരുപാട് നിങ്ങൾ തമ്മിൽ അത്രയും വലിയൊരു അടിയായിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സണെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ടുപേരും ഓപ്പണായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും വഴക്കുകളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെല്ലാം അതോടുകൂടി അവസാനിക്കും. വീണ്ടും നിങ്ങളൊരു ഫ്രഷ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലുള്ള റിലേഷൻഷിപ്പ് തന്നെയാണിത്. അതായത് എന്തോരം വഴക്കും ബഹളങ്ങളും ഒക്കെ ഉണ്ടായെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ ഒന്ന് സ്നേഹത്തോടു കൂടി സംസാരിച്ച് കഴിഞ്ഞാൽ വീണ്ടും റിന്യൂ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അതിന് വേണ്ടിയിട്ട് മുൻകൈ എടുക്കാറും ഉണ്ടാവും. അതായത് കൂടുതലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള വഴക്കുകളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ഒരുപാട് ലോങ് ലാസ്റ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ വ്യക്തിയോട് കുറച്ചധികം സമയം സംസാരിച്ചില്ല അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുക, ഇവരുടെ ഒരു മിസ്സിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു എനർജിയാണ്. അതായത് ഈ ഒരു പേഴ്സണെ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും കുറച്ച് സമയം കാണാതിരുന്നാൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കോണ്ടാക്റ്റ് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ വളരെയധികം ഡ്രെയിൻഡായി പോകുന്ന വ്യക്തികളാണ്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റീസൊക്കെ മറന്ന് ഈ ഒരു പേഴ്സൺ എന്ത് പറ്റി അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നില്ല, ചിലപ്പോൾ കുറച്ച് സമയം ഏതെങ്കിലും ഒരു തരത്തിൽ ഓൺലൈനിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ പോലും ഈ ഒരു പേഴ്സണെ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒരു മിസ്സിങ് വരുമ്പോൾ നിങ്ങൾ വല്ലാതെ പരിഭ്രാന്തരാകുന്ന ഒരു വ്യക്തികളാണ്. അപ്പോൾ ഇത്തരത്തിലൊരു വളരെ നല്ല രീതിയിൽ ബോണ്ടിങ് ഉള്ള, ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് കുറച്ചും കൂടി അഡിക്റ്റഡ് ആണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത്. ഈ ഒരു പേഴ്സണോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല. അത്രയധികം നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ അഡിക്റ്റഡ് ആണ്. നിങ്ങൾ ചിലപ്പോൾ മാനസികമായിട്ടൊക്കെ വിചാരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നേരത്തെ വിചാരിച്ചിട്ടും ഉണ്ടാവാം ഇത്രയും അഡിക്റ്റ് ആവാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ ഓവറായിട്ട് ഇതിനകത്ത് ഇൻപുട്ട് ഇടുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് മാറാൻ നോക്കിക്കഴിഞ്ഞാൽ പോലും നിങ്ങൾക്കതിന് സാധിക്കില്ല. കാരണം നിങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് ഫൈനലി ആ ഒരു പോയിന്റിൽ തന്നെ വന്ന് നിൽക്കും. അപ്പോൾ ഇതുപോലെയുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കുറച്ചധികം നാളുകളായിട്ട് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങളൊന്ന് അകന്ന് നിൽക്കുന്ന ഒരു എനർജിയാണ്. അതായത് ഇത്രയും ഡീപ്പായിട്ട് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ കുറച്ച് സമയം മാറി നിന്ന് കഴിഞ്ഞാൽ പോലും അസ്വസ്ഥരായി നിൽക്കുന്ന ഒരു വ്യക്തികളാണ് നിങ്ങൾ. അപ്പം നിങ്ങളിൽ നിന്നാണ് അവരൊരു ലോങ് ഗ്യാപ്പ് എന്ന് പറയുന്ന രീതിയിൽ മാറി നിൽക്കുന്നത്. മേ ബി നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷനൊക്കെ ഇപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും വളരെ കുറവായിരിക്കും. പഴയ ഒരു പ്രയോറിറ്റിയോ അല്ലെങ്കിൽ പഴയ പോലെ എപ്പോഴും അവൈലബിൾ ആവുന്ന ഒരു എനർജിയിലോ ആയിരിക്കില്ല ഈ ഒരു പേഴ്സൺ. അതായത് നേരത്തെ ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങളൊന്ന് വഴക്കിട്ട് നിൽക്കുക അല്ലെങ്കിൽ ഒന്ന് മിണ്ടാതിരിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരായിട്ടായിരിക്കാം അത് കോംപ്രമൈസ് ചെയ്യാനായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ കൂടുതലായിട്ട് മുൻകൈ എടുത്ത് നിങ്ങളെ ഒന്ന് കൂളാക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവർ അങ്ങനെയൊന്നും ചെയ്യുന്നുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുമായിട്ട് സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ ചിലപ്പോൾ കാര്യമായിട്ട് ഗൗനിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ പഴയതുപോലുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഈ ഒരു പേഴ്സൻ്റെ അടുത്തുനിന്ന് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരുപാട് സ്നേഹം കിട്ടിയ വ്യക്തികളാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഒരുപാട് പരിഗണന, കെയർ ഇതെല്ലാം അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇതിൻ്റെ എല്ലാം ഒരു കുറവ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി പഴയതുപോലെയല്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവം നിങ്ങളെ ഒരുപാട് ഡ്രെയിൻ ചെയ്തും ആ ഒരു മാനസികാവസ്ഥയിലാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രത്യക്ഷത്തിലൊരു തേർഡ് പാർട്ടിയൊന്നും വിസിബിളായിട്ട് ഉണ്ടാവണം എന്നില്ല. അതായത് നിങ്ങൾക്ക് തന്നെ അങ്ങനെ തേർഡ് പാർട്ടിയുടെ സ്ഥാനത്ത് ചിലപ്പോൾ ഒരാളുണ്ട് എന്ന് വ്യക്തമായിട്ട് ഉറപ്പിച്ച് പറയാനുള്ള ഒരു ധാരണ ഉണ്ടാവില്ല.
കാരണം എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഇങ്ങനെ മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ പഴയ ഒരു പ്രയോറിറ്റി കിട്ടാത്ത എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ കൂടിയും എന്താണ് അതിൻ്റെ ഒരു എക്സാക്റ്റ് റീസൺ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു കാര്യം പല രീതിയിൽ ആലോചിക്കുന്നുണ്ടാവാം, പല ആംഗിളിൽ ആലോചിക്കുന്നുണ്ടാവാം. എങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ഉത്തരം ഇന്നൊരു കാര്യം കൊണ്ട് തന്നെയാണ് ഇവർ മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ പഴയ അടുപ്പം ഇല്ലാത്തത് എന്നുള്ളതിനൊരു എക്സാക്റ്റ് റീസൺ ഒന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം കൺഫ്യൂസ്ഡോ അല്ലെങ്കിൽ ഡിപ്രസ്ഡോ ഒക്കെ ആയി മാറിയിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ ഇതിനകത്തുള്ള എനർജീസ് എന്ന് പറയുമ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തികൾ തന്നെയാണ് ഇന്നത്തെ ആ ഒരു റീഡിങ്ങിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ മാത്രമല്ല, ഈ ഒരു ലൈഫിൽ ഇപ്പം ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങളുടെ ഒരു സോൾ വൈസ് നിങ്ങൾ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് അല്ല, അല്ലെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുന്നു, ആ ഒരു ടൈപ്പ് എനർജി ആണെന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും അവരുടെ ഒരു മനസ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരെന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവാം. അതായത് ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ അകന്ന് നിൽക്കുന്ന ഒരു എനർജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിക്ക് എന്നെ ഇഷ്ടമുണ്ട് എന്ന് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിനകത്ത് അങ്ങനെ തന്നെയാണ്. ഒരിക്കലും അകന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടി ഇവർക്ക് എന്നെ ഇഷ്ടമില്ല എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെക്കാൾ ചിലപ്പോൾ ഏത് കാര്യത്തിലും ഒരു പടി കൂടി ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ലൈഫിൽ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുമ്പോഴും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ആ ഒരു വ്യക്തിക്ക് ഞാനല്ലെങ്കിലും വേറെ ഓപ്ഷൻസ് ഒക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അവർ സൊസൈറ്റിയിലാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ കുറച്ച് എന്താ പറയുക നാലാൾ അറിയുന്നൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ടൈപ്പ് അവരുടേതായ ചിലപ്പോൾ ഒരു ഫീൽഡിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കരിയറിലൊക്കെ ആയിരിക്കാം കുറച്ച് ഉയർന്നു നിൽക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് പേര് ചിലപ്പോൾ അവരെ സ്വാധീനിക്കുന്നുണ്ടാവും. അതായത് ഒരുപാട് പേർക്ക് ആ ഒരു വ്യക്തിയോട് അടുപ്പം തോന്നാനുള്ള ഒരു ചാൻസ് ഉള്ളൊരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ ഒരു ടെൻഷൻ ചിലപ്പോൾ വരാം എന്നുള്ളൊരു സാധ്യതയുണ്ട്. എൻ്റെ പേഴ്സൺ പൂർണ്ണമായിട്ട് എന്നിൽ നിന്ന് കൈവിട്ട് പോകുമോ, വേറെ ആരെങ്കിലും ലൈഫിലേക്ക് കടന്നു വരുമോ എന്നുള്ളതല്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി വളരെ ശക്തമായിട്ട് ഇവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുമില്ല. അപ്പോൾ ഒരു പക്ഷേ ഈ വ്യക്തിക്ക് ഒരുപാട് സുഹൃത്തുക്കളുള്ളൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സായിട്ട് കൂടുതൽ ഒരു ബോണ്ടിങ് ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം. അതായത് നിങ്ങളല്ലാതെ മറ്റേതെങ്കിലും വ്യക്തികൾ അവരുടെ ലൈഫിനകത്ത് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാമിലിയോ ഫ്രണ്ട്സോ അല്ലെങ്കിൽ കസിൻസോ അങ്ങനെയൊക്കെയുള്ള ഒരു സർക്കിളിനകത്തുള്ളൊരു വ്യക്തിയായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യക്ഷത്തിൽ നിങ്ങളെ തമ്മിൽ അകറ്റിയേ മതിയാവൂ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ രണ്ടാക്കി മാറ്റിയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു എനർജി ഇല്ല എങ്കിൽ കൂടിയും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പേഴ്സണെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മറ്റേതെങ്കിലും കാര്യത്തിൽ കൂടുതലായിട്ടൊരു ശ്രദ്ധ കൊടുക്കുന്നുണ്ടാവും. ചിലപ്പോൾ അത് അവരുടെ ഫിനാൻഷ്യൽ മാറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലൊരു ശ്രദ്ധ ഈ വ്യക്തി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഞാനിപ്പോൾ പറഞ്ഞ അവരുടെ ഒരു സർക്കിളിനകത്തുള്ള ആളുകളുടെ അഡ്വൈസസ് അവർ കൂടുതലായിട്ട് കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത ശേഷം വേണമെങ്കിൽ ഈ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ അഡിക്റ്റഡ് ആയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അതിനായിരിക്കാം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് പിണങ്ങിയിരിക്കാത്ത, അല്ലെങ്കിൽ അങ്ങനെ പിണങ്ങിയാൽ തന്നെ പെട്ടെന്ന് അത് രണ്ടുപേരും തമ്മിൽ മേക്കപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജി ആയിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ വഴക്കിട്ടിരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്യാനോ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. രണ്ടുപേരും ഒരേപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിരുന്നു, മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിച്ചിരുന്നു, അത്രയും ഇൻവോൾവ് ആയിരുന്നു ഈ ഒരു പേഴ്സണും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങളിലേക്ക് കൂടുതലൊരു ശ്രദ്ധ വന്നപ്പോൾ ഇവരുടേതായ കാര്യങ്ങൾക്ക് എന്തെങ്കിലും മുടക്കം വരുത്തുകയോ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് അവരുടേതായ മേഖലയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്തെല്ലാം ചിലപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഒരു പോരായ്മ വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് ചിലപ്പോൾ അവരുടെ കരിയറൊന്നും മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ബിസിനസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അവർക്കൊരു പാളിച്ച വരാനുള്ള സാധ്യതയുണ്ട്. അതായത് അവരുടെ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തന്നെ പ്രാധാന്യം കൊടുത്ത് പോയിരുന്ന ഒരു സമയത്ത് അവർക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരു ഡ്രോബാക്ക് ഉണ്ടായിട്ടുണ്ട്. ഒന്നില്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിയിലാണെന്നുണ്ടെങ്കിൽ പോലും അവർ ഒരുപാട് അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് നോക്കി നടത്താൻ സാധിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനകത്തുള്ള വ്യക്തികൾക്ക് കൂടുതലൊരു പ്രയോറിറ്റി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കംപ്ലയിൻറ്റ്സ്, അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അവർ സസ്റ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ പോയിരുന്നൊരു സമയത്ത് മറ്റു പല വ്യക്തികൾക്കും ചിലപ്പോൾ അത്
അവർക്ക് വേണ്ടുന്ന ഒരു ടൈം ഈ ഒരു പേഴ്സൺ കൊടുക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടാവാം. അതിപ്പോൾ ഫ്രണ്ട്സ് ആയാലും ഫാമിലിയിലുള്ളവരാണെന്നുണ്ടെങ്കിലും, അല്ല ഇനിയിപ്പോൾ അവരുടെ വെൽവിഷേഴ്സ് എന്ന് പറയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി പഴയതുപോലെയല്ല, അവർക്ക് എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വരുന്നതിന് മുൻപ് കരിയറൊക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടു നടന്നൊരു പേഴ്സൺ ആയിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും അംബീഷനൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ സ്ട്രോങ് ആയിട്ട് കൊണ്ട് നടന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ നിങ്ങൾ വന്ന ശേഷം അവർ ആ ഒരു റിലേഷൻഷിപ്പിനകത്തായിരുന്നു കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്തിരുന്നത്. അതുകൊണ്ട് പതിയെ അവരുടെ ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച് കൂടുതൽ ഒരു ശ്രദ്ധ നിങ്ങൾക്കും ഈ ഒരു റിലേഷൻഷിപ്പിനും തന്നായിരിക്കാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ എന്തിലാണോ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണോ അവർക്കൊരു പാളിച്ച പറ്റിയെന്ന് ആ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ അവരുടെ വേണ്ടപ്പെട്ടവർക്കോ തോന്നിയിട്ടുള്ളത്, ആ ഒരു സ്ഥലത്തേക്ക് അവർ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു സൂചന തന്നിട്ടുണ്ടാവാം. അതായത് ഞാൻ ഇനി ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, കുറച്ചും കൂടി എൻ്റെ കാര്യങ്ങളിലേക്ക് ഞാൻ ശ്രദ്ധിക്കണം. ചിലപ്പോൾ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പുറകിലേക്ക് പോയിട്ടുണ്ടാവാം. പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞ പോലെ ജോലിക്കാര്യങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഒരു പേഴ്സൺ, ചിലപ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കാം, അവർ കൂടുതൽ അവൈലബിൾ ആവുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഞാനിനി അതിലേക്ക് കുറച്ച് ഫോക്കസ് കൊടുക്കാൻ പോകണം, എനിക്ക് അതും കൂടി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആ ഒരു രീതിയും കൂടി എനിക്ക് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ക്ലൂസോ കാര്യങ്ങളൊക്കെ ഒരു പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാവാം. ചിലർക്ക് വേണമെങ്കിൽ ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്കത് കൂടുതൽ വിശ്വസിക്കാനായിട്ട് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ കാണിക്കുന്നത്, ഇത് മതിയായ ഒരു റീസൺ ആണോ എന്നൊക്കെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായേക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി കയറി വന്നതാണോ ഇവരുടെ ലൈഫിനകത്ത്, അങ്ങനെയുള്ളൊരു തോന്നലുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തി മറ്റൊരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തത് കൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങളിലേക്കുള്ള ആ ഒരു അറ്റൻഷൻ കുറഞ്ഞതായിട്ട് തന്നെ നമുക്ക് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിയോട് ഇവരുടെ ഒരു എന്താ പറയുക ലാക്ക് ഓഫ് ഇൻവോൾവ്മെൻറ്റ്, ഇതെല്ലാം കാരണം ചിലപ്പോൾ നിങ്ങൾ മറ്റേതെങ്കിലും തരത്തിൽ സംശയിച്ച് ഈ ഒരു വ്യക്തിയോട് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവാം. അതായത് അവരുടെ ലൈഫിലേക്ക് മറ്റാരെങ്കിലും കടന്നു വന്നത് കൊണ്ടാണോ ഇവർ ഒഴിവാക്കുന്നത്, ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ദേഷ്യപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ അവരൊന്നും കൂടി ദേഷ്യം പിടിച്ച് പോകാനുള്ള സാധ്യതയുള്ള ഒരു എനർജി തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വന്നിരിക്കുന്ന വ്യക്തികളെന്ന് പറയുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടില്ല. പക്ഷേ അവർ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ശ്രദ്ധ തന്നിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളിവിടെ അവരെ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുമ്പോൾ ഒരുപാട് സ്നേഹവും അല്ലെങ്കിൽ പ്രതീക്ഷയൊക്കെ തന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിരുന്ന വ്യക്തികൾ മറ്റൊരാളുടെ വാക്ക് കേട്ടിട്ട്, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലെയോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെയോ ആരുടെ ആണെങ്കിലും അതും കൂടി ശരിയാണല്ലോ എന്ന് കരുതി പോയിരിക്കുകയാണ്. പക്ഷെ നമുക്കിവിടെ വേണമെങ്കിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ എന്നിട്ട് കൂടിയും അവർ നിങ്ങളെ ഒഴിവാക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ആ ഒരു പഴയ അടുപ്പം കുറച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും, പ്രസൻ്റ്ലി ആ ഒരു വ്യക്തി ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. കുറച്ച് നാളെങ്കിലും നിങ്ങളെക്കുറിച്ച് ആ ഒരു വ്യക്തി കൂടുതലായിട്ട് ചിന്തിച്ചിട്ടില്ലെങ്കിൽ കൂടിയും, അവർ നിങ്ങളെ മറന്നുപോയി അല്ലെങ്കിൽ അവർ നിങ്ങളെ ഓർത്തിട്ടില്ല എന്നുള്ളതല്ല, ഫോക്കസ് അവർ മറ്റൊരു സ്ഥലത്തേക്ക് തന്നെ മനഃപൂർവ്വം ശ്രദ്ധ കൊടുത്തതാണ്. എങ്കിൽ കൂടിയും ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവരുടെ ഒരു കറൻറ്റ് എനർജി എന്ന് പറയുമ്പോൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു നിലപാട് എടുക്കണമായിരുന്നോ, അത് ചെയ്തത് ശരിയായോ എന്നുള്ളൊരു ആലോചന ആ ഒരു പേഴ്സൺ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ഒരു തെറ്റ് പറ്റി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പല രീതിയിൽ അത് ചിന്തിക്കും, നമുക്കത് തെറ്റായിരുന്നോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ശരി ഉണ്ടായിരുന്നോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതുപോലെ തന്നെ അവർ ഒരുപാട് അവരുടെ ആ ഒരു അവർ ചെയ്ത കാര്യം, അല്ലെങ്കിൽ അവർ നിങ്ങളെ വേദനിപ്പിച്ച് അല്ലെങ്കിൽ മാറി നിന്നതായിട്ടുള്ള ഒരു എനർജി, കൂടുതൽ അവൈലബിൾ ആവാത്ത ഒരു എനർജി, അത് ശരിയായിരുന്നില്ല എന്നുള്ളത് ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ കൂടിയും നമുക്കിവിടെ ആ ഒരു സോൾ ക്രേവിങ് കാണാനായിട്ട് സാധിക്കും. അതായത് അവരുടെ ഒരു സോൾ വൈസ് അവർ അത്രത്തോളം നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ടായി, അത് ആ ഒരു പേഴ്സൻ്റെ ഒരു എന്താ പറയുക തീരുമാനമാണെങ്കിൽ കൂടി അതൊരു ഡിവൈൻ ഡിസിഷൻ ആണ് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഇവിടെ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഏത് കാര്യം കൊണ്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അതിനകത്ത് കുറച്ച് വേദനിക്കാൻ ഇടയാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുക. ആ ഒരു പേഴ്സൺ നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് മറ്റൊരു രീതിയിൽ, അതുവരെ ഒരു കുഴപ്പമില്ലാതിരുന്ന വ്യക്തി പെട്ടെന്നൊരു ചിന്ത മാറിയതുപോലെ വേറൊരു വഴിയിൽ കൂടെ സഞ്ചരിച്ച് പോവുക. ദെൻ വീണ്ടും അവർ റിട്ടേൺ ആയിട്ട് നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് വരാനായിട്ട് നിൽക്കുന്നൊരു എനർജി. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ഈ ഒരു പേഴ്സണായിട്ട് ചെയ്തതാണ്, നമ്മളുടെ കണ്ണിൽ ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ ഇത് ചെയ്തതാണ്. പക്ഷെ തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ആവശ്യമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നിങ്ങളുമായിട്ട് അകൽച്ചയിലാണെന്നുണ്ടെങ്കിൽ കൂടിയും ആ അകന്നിരുന്നൊരു സമയത്ത് പോലും ആ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ആ ഒരു പ്ലേസ് കൊടുത്ത്
ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസ് കൊടുത്ത് അവർ ഇരുത്തിയിട്ടുള്ളത് നിങ്ങളെ മാത്രമാണ്. സ്റ്റിൽ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് പകരം മറ്റാർക്കും സ്ഥാനം പിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ മറ്റൊരു സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്ത് പോകുമ്പോഴും അവർക്കറിയാം നിങ്ങളൊരിക്കലും അവരെ ഉപേക്ഷിച്ചിട്ട് പോവില്ല, നിങ്ങളവിടെ തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു പേഴ്സണിൽ ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി മറ്റാരെങ്കിലും അവരുടെ ലൈഫിനകത്ത് കയറി കൂടിയത് കൊണ്ടാണോ അവരിങ്ങനെ ഒരു അകൽച്ച കാണിക്കുന്നത്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അവരെ കൈവിട്ട് പോകുമോ എന്നൊക്കെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും ആ ഒരു പേഴ്സൺ അത്തരത്തിൽ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു എനർജിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷനാണ് ഇത്തരത്തിലുള്ളത് എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഭയപ്പെടേണ്ടുന്ന ഒരു കാര്യമില്ല. കാരണം ഈ ഒരു പേഴ്സൺ എവിടെ കറങ്ങിത്തിരിഞ്ഞ് പോയി കഴിഞ്ഞാലും നിങ്ങളിലേക്ക് തന്നെ വരും എന്നുള്ളതാണ്. ഇനിയൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും റിട്ടേൺ വന്ന് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു അടിപിടിയോ വഴക്കോ ഉണ്ടായി കഴിഞ്ഞാലും അവർ പോയി എന്നുള്ളൊരു രീതി ഓർത്തിട്ട് നിങ്ങൾ കൂടുതലായിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ രണ്ട് വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ഒരു ഈഗോ പ്രോബ്ലംസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടിയും, കാരണം ആ ഒരു ഈഗോ എന്നുള്ള ഞാൻ എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പം നിങ്ങൾ തമ്മിലൊരു ഡിസ്റ്റൻസ് ഇട്ട് നിന്നു, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണായിട്ടാണ് ആ ഒരു ഡിസ്റ്റൻസിന് മുൻകൈ എടുത്തെങ്കിൽ പോലും പല സമയത്തും അതൊരു ഈഗോ പോലെയും കൂടി ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇൻസിഡൻസ് ഒക്കെ ഇനിയും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായാൽ പോലും നിങ്ങൾക്ക് ഇവിടെ ഭയപ്പെടേണ്ടെന്നൊരു കാര്യമില്ല. കാരണം നിങ്ങളുടെ സോളിന് തമ്മിൽ പിരിഞ്ഞിരിക്കാനായിട്ട് സാധിക്കില്ല. അത് നിങ്ങളായിട്ട് ഇനി നാളെ നിങ്ങൾക്കാണ് ഇവരിൽ നിന്ന് മാറിപ്പോകണമെന്ന് തോന്നിയിട്ട് മാറിപ്പോയത്, അല്ലെങ്കിൽ നിങ്ങൾക്കാണ് മറ്റേതെങ്കിലും സിറ്റുവേഷനിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വരുന്നതെങ്കിലും നിങ്ങൾ ഇതിനകത്ത് റിട്ടേൺ വരും. അതല്ല ആ ഒരു വ്യക്തിക്കാണ് ഇനിയും തോന്നുന്നതെങ്കിലും അവരും ഇതിനകത്ത് റിട്ടേൺ വരും എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ സോൾ വൈസ് ഒരിക്കലും പിരിഞ്ഞു നിൽക്കാനായിട്ട് സാധിക്കില്ല. അത് പിരിഞ്ഞു നിൽക്കുമ്പോൾ അതിന് ആ ഒരു ക്രേവിങ് ഉണ്ടായിട്ട് വീണ്ടും നിങ്ങൾ തമ്മിൽ അട്രാക്റ്റ് ആവും എന്നുള്ളതാണ്. അതായത് ഈ ഒരു ലോകത്ത് നമ്മൾ എവിടെ പോയാലും അല്ലെങ്കിൽ എത്ര ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാലും എത്ര കടലുകൾ താണ്ടിപ്പോയാലും നമുക്ക് അവസാനം വരാനായിട്ട് ഇഷ്ടപ്പെടുന്നത് നമ്മളുടെ വീട്ടിലേക്കാണ്. നമ്മളുടെ വേണ്ടപ്പെട്ടവരുള്ള ആ ഒരു വീട്ടിലേക്ക് വന്ന് ചേരാനാണ് നമ്മളുടെ മനസ്സ് കൊതിക്കുന്നത്. അതുകൊണ്ട് എവിടെ പോയാലും എവിടെ കറങ്ങിത്തിരിഞ്ഞു കഴിഞ്ഞാലും നമ്മളുടെ ഒരു അൾട്ടിമേറ്റ് ഡ്രീം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഒരു സുഖവും സന്തോഷവും തരുന്നത് ആ ഒരു സ്ഥലമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും അവസ്ഥ. അപ്പോൾ ഇത്തവണ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു ഡിസ്റ്റൻസോ അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷനോ എല്ലാം സാധാരണ ഉള്ളതിനേക്കാൾ ഒരുപാട് നീണ്ടുപോയി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ പിണക്കോ അല്ലെങ്കിൽ വഴക്കോ ഒന്നും പഴയതുപോലെ ആയില്ല, കുറച്ചും കൂടി അതിനൊരു ലെങ്ത് ഉണ്ടായി. നിങ്ങൾ തമ്മിൽ ഒരുപാട് നാളുകളുടെ ഒരു അകൽച്ച ഉണ്ടായി എന്നുള്ളത് മാത്രമേ ഒരു ഡിഫറൻസ് ആയിട്ട് ഇതിനകത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാനിഫെസ്റ്റേഷൻസോ പ്രാർത്ഥനകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. കാരണം അതിനകത്തൊക്കെ കൂടുതലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ അല്ലെങ്കിൽ കൂടുതൽ റിസൾട്ട് കിട്ടും. ഇപ്പോൾ ആ ഒരു വ്യക്തി വരാനായിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് എത്താനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടി നമ്മളുടെ ഒരു പ്രാർത്ഥന മാനിഫെസ്റ്റേഷനൊക്കെ ഒന്നും കൂടി അതിൻ്റെ ഒരു വേഗത കൂട്ടാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. കാരണം ഇവിടെ നിങ്ങൾ എന്തവർക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാലും റിസൾട്ട് ഉണ്ടാവും. കാരണം അതുപോലെയാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് തന്നെ നിങ്ങളോട് കാണിച്ചത് ശരിയായിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ചെയ്യേണ്ടിയില്ലായിരുന്നു എന്നുള്ളൊരു തോട്ടിലേക്ക് അവർ തിരിച്ചു വന്നിട്ടുണ്ട്. ആ ഒരു രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടത് ജസ്റ്റിസ് തരും. അവരായിട്ട് തന്നെ അത് ആഗ്രഹിക്കുന്നുണ്ട്, ചെയ്തത് ശരിയായിട്ടില്ല എന്നുള്ളതുകൊണ്ടും. അതുകൊണ്ട് നിങ്ങളിനി വേദനിപ്പിക്കാതെ നിങ്ങളിലേക്ക് തിരിച്ചു വരണം, അല്ലെങ്കിൽ നിങ്ങളുടെ പിണക്കം മാറ്റണം എന്നുള്ളതെല്ലാം ഈ ഒരു വ്യക്തിയോട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇവരായിട്ട് ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ഇവർ നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുമെന്നുള്ളതാണ് ഈ ഒരു സ്പ്രെഡിനകത്ത് വന്നിരിക്കുന്ന എനർജി. കാരണം ഇതിനകത്തൊരു ഡിവൈൻ ടച്ചുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്കിനി വേണമെങ്കിൽ കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം, എത്രത്തോളം ഇത് റെസനേറ്റ് ആവുന്നുണ്ടെന്നറിയാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ്. സ്കോർപിയോ സോഡിയാക് സൈൻ, ജാനുവരി മന്ത്, നമ്പർ 25, നമ്പർ 15, തൃക്കേട്ട നക്ഷത്രം, ക്യാൻസർ സോഡിയാക് സൈൻ, മാർച്ച്, മെയ് മന്ത്, നമ്പർ 23, നമ്പർ 7, നമ്പർ 17, letter D, letter S, S ആണ് കേട്ടോ, നമ്പർ 22, ടോറസ് സോഡിയാക് സൈൻ, വിശാഖം നക്ഷത്രം, letter Y, letter H, നമ്പർ 1,
Pisces zodiac sign, Gemini zodiac sign, number 11, Virgo zodiac sign, letter X, number 5, letter I, and finally ചിത്തിര നക്ഷത്രം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. ഇവിടെ ആ ഒരു പോസിറ്റിവിറ്റിയേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു പേഴ്സണുമായിട്ട് എത്രത്തോളം നിങ്ങൾ അകന്നു പോയി കഴിഞ്ഞാൽ വീണ്ടും യൂണിവേഴ്സ് തന്നെ കൂട്ടിച്ചേർക്കുന്ന തരത്തിലുള്ളൊരു എനർജി തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്ങും കൂടിയുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.